പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. ഇവിടെ കൂട്ടരെ കുറിച്ച് പത്രോസ് പറയുകയാണ്. സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. നമ്മൾ ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടോടാൻ കാരണം എന്താ? യേശുക്രിസ്തുവിലെ പരിജ്ഞാനം നമ്മളിൽ വന്നതുകൊണ്ടാണ്. ആർക്കാ അല്ലെങ്കിൽ വിസ്കി കുടിച്ചാൽ ഇഷ്ടമില്ലാതെ? മിണ്ടുന്നില്ലല്ലോ. ആർക്കാ 555 സിഗരറ്റൊക്കെ വലിച്ചാൽ സുഖമില്ലാത്ത? ആർക്കാ ഇച്ചിരി തമ്പാക്കൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ ഇഷ്ടമില്ലാത്ത? അതിനെക്കാട്ടി ഇഷ്ടമുള്ള ഒന്ന് നമ്മുടെ അകത്ത് വന്നു. യേശുക്രിസ്തുവിലെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ മതി. അവിടെ ഒരു കുടുക്ക്. സഭയുടെ മെമ്പർഷിപ്പിൽ നിന്ന് പോകത്തുമില്ല, കുടുങ്ങി കിടക്കുക. ഒരു കാലത്ത് വലിയ തീഷ്ണത പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലെ ശ്രേഷ്ഠ നിമിത്തം വിട്ടതാ. ഇപ്പൊ അതേ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രമൊക്കെ പോയല്ലോ, മുമ്പേ ഉണർവെല്ലാം പോയല്ലോ എല്ലാവരുടെയും. സ്വർഗത്തിൽ പോകുന്ന വലിയ പാടാ. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം അങ്ങനെയുള്ള കുടുക്ക് വീണെങ്കിൽ, ദുഷ്ട മനുഷ്യരിൽ നിന്നുള്ള കുടുക്ക് വന്നെങ്കിൽ, എതിരാളികളിൽ നിന്ന് പൈശാചിക ശക്തികളുടെ കുടുക്ക് വന്നെങ്കിൽ നീ പേടിക്കണ്ട. ഇനി ഒരു വചനം പറയാൻ പോവാം. സ്തോത്രം. വിവരിക്കാനുള്ള സമയമൊന്നുമില്ല. 124-ാം സങ്കീർത്തനം 7-8 വാക്യം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ ഒരു പക്ഷി വഴുതി പോരുന്നത് പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോകുന്നു. നമ്മുടെ പ്രാണൻ എന്ത് ചെയ്തിരിക്കുന്നു? വഴുതി പോന്നിരിക്കുന്നു. നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. എനിക്ക് എന്തോ പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പ് തരിക. ദൈവത്തിന് സ്തോത്രം. ചിലര് വല വിരിച്ചതാ, കൃപയാൽ നീ അതെന്ന് വഴുതി പോന്നു. ചില ദുഷ്ട മനുഷ്യര് നിന്റെ വീട് അസ്തമിക്കാൻ ഡേറ്റ് എഴുതി വെച്ച് വല വിരിച്ചതാ. പക്ഷേ ആ വലയെന്ന് വഴുതി പോന്നു. എങ്ങനെ വഴുതി പോന്ന? കണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. കണി പൊട്ടി. ദൈവാത്മാവ് ദൂത് പറയുക, ഇന്നത്തെ ആരാധനയ്ക്ക് നടുവില് ചിലരിട്ട ആ കണി പൊട്ടുന്നു. എത്ര പേര് അതിന് ആമീൻ പറയും? ചില കണിയെ പൊട്ടി നാം എന്ത് ചെയ്തിരിക്കുന്നു? കണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. എത്ര പേര് ആമീൻ പറയും? കണ്ടോ, നിന്റെ വീട്ടിൽ വരേണ്ട പല അനർത്ഥങ്ങളിൽ നിന്നും നീ വഴുതിപ്പോന്നു. നിനക്കറിയാം അത്. ചില പറഞ്ഞു, അയ്യോ അത് സംഭവിക്കാമായിരുന്നു. സംഭവിക്കേണ്ടതാ, പക്ഷെ വഴുതിപ്പോന്നു. അവിടെ എഴുതിയിരിക്കുക, എന്തിൽ കുടുങ്ങരുത്? അടിമ നുഖത്തിൽ. നുഖമെന്ന പദം 2 മൃഗങ്ങളുടെ മേളിലാ എന്ത് വെക്കുന്നേ? നുഖം വെച്ച മൃഗത്തിന് പിന്നെ നിവരാൻ പറ്റത്തില്ല. ചെല്ലു വരത്തില്ലേ പാസ്റ്ററെ? എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുക, ഇതുവരെ ഒന്നും നിവരാൻ പറ്റുന്നില്ല. ലേവ്യ പുസ്തകത്തിനൊരു വാക്യമുണ്ട്. സ്തോത്രം. 26-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ് ആ വാക്യം. ഇതിനോട് ചേർത്ത് ആ വാക്യം കൂടെ ഒന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വരട്ടെ. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കി. ഈ ദിവസങ്ങളിൽ നിന്നെ നിവർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് നിവരണമെങ്കിൽ ചില നുകക്കൈകൾ ഇന്ന് ഒടിയണം. എത്ര പേര് അതിന് ആമീൻ പറയും?
ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ മേൽ മാത്രമല്ല നിന്റെ സന്തതിയുടെ മേൽ നിന്നും ചില നുകങ്ങൾ പൊട്ടാനുണ്ട്. ഓ യേശുവിൻ്റെ നാമത്തിൽ എവിടൊക്കെയോ പരിശുദ്ധാത്മാവ് വിരളിച്ചുകൊണ്ടുവാ. നിന്റെ നുകക്കൈകളെ ഒടിച്ച് ഏതു ദേശത്ത് നീ തല കുതിച്ചോ അവിടെ തന്നെ ചിലരുടെ തടഞ്ഞു വെച്ച ഗവൺമെന്റ് ജോലി റിലീസാകുന്നു. ചില തടസ്സപ്പെട്ട് കിടന്ന ഗവൺമെന്റ് ജോലി റിലീസാകുന്നു. ഓ യേശുവിൻ്റെ നാമത്തിൽ, ഓ ജീസസ് ജീസസ്. ചില ഗവൺമെന്റ് സീലുകൾ നിന്റെ പേരിൻ്റെ അവിടെ പതിയുന്നു. എനിക്ക് ആത്മാവിൽ കാണാം. നീ മറന്നുപോയ ചില പേപ്പറുകൾ ചലിക്കുന്നു. എന്നോട് ഹോളി സ്പിരിറ്റ് പറയും, നിന്നത് പൊട്ടും.